വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ്സിൽ നമ്മൾ കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം കലാരൂപങ്ങൾക്ക് എത്ര പ്രാധാന്യം ഉണ്ടോ എന്ന്. അപ്പൊ കല അല്ലെങ്കിൽ ആർട്ട്, ലിറ്ററേച്ചർ അതൊക്കെ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് സിലബസിൽ, ടോപ്പിക്കിൽ. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു 3-4 ചോദ്യങ്ങൾ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് കലയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് പരീക്ഷയ്ക്ക് എന്ന് മനസ്സിലാവും. ഒരു ഉദാഹരണം നോക്കൂ. ചെണ്ട എന്ന വാദ്യ ഉപകരണത്തിന് ചേരാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻസ് തരികയാണ്. അതൊരു തുകൽ വാദ്യമാണ്. അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പഞ്ചാരി പാണ്ടി മേളങ്ങളിലെ പ്രധാന വാദ്യോപകരണമാണ്. കണ്ടോ? അപ്പൊ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, SI ടെസ്റ്റിന് വന്നിട്ടുള്ള ചോദ്യമാണ്. 3 ചോദ്യങ്ങൾ തന്നിട്ട് 3 ഓപ്ഷൻ തന്നിട്ട് അതില് ഏതൊക്കെയാണ് എന്താ പറയുന്നത്? പ്രസ്താവന, വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവന. അപ്പൊ രണ്ടാമത്തെ പഞ്ചവാദ്യത്തിൽ പെടുന്നതല്ല ചെണ്ട. അപ്പൊ ഒരു തുകൽ വാദ്യമാണ് ചെണ്ട. അതുപോലെ പാഞ്ചാരി പാണ്ടി മേളങ്ങളിലെ പ്രധാന വാദ്യോപകരണവും ചെണ്ടയാണ്. അപ്പൊ ചെണ്ടയെ കുറിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യം, സോപാന സംഗീതജ്ഞനായിരുന്ന ഞെരടത്ത് രാമപൊതുവാളിന് അനുയോജ്യമായ വസ്തുതകൾ കണ്ടെത്തുക. ഓപ്ഷൻ: സോപാനം എന്ന ആത്മകഥ രചിച്ചു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നില്ല. ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചു. ഇതാണ് എന്താ പറയുന്നത്, 3 ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കുന്ന അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? 1ഉം 3ഉം അനുയോജ്യമായ വസ്തുവാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത് അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നില്ല എന്നാ പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ ഗുരുവാണ്. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഇത് നോക്കൂ. ഇത് അതിനേക്കാൾ വളരെ പ്രാധാന്യമാണ്. ഡിഗ്രി ലെവൽ. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചേക്കണം. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണോ? കലാമണ്ഡലം ദേവകിയാണ്. അതുപോലെ ചോദിച്ചേക്കണു, 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവകളി നോക്കുവിദ്യ പാവകളി കലാകാരി ഏതാണ്? നോക്കുവിദ്യ പാവകളി കലാകാരി ഏതാണ്? മുഴിക്കൽ പങ്കജാക്ഷി. കോട്ടയം ജില്ലയാണ്. അപ്പൊ മുഴിക്കൽ പങ്കജാക്ഷിയാണ്. അപ്പൊ അതുകൊണ്ട് ദൃശ്യ ശ്രാവ്യ കലകൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് കേരള പരീക്ഷകളിൽ, കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് അതേ രീതിയിൽ നമ്മൾ പഠിക്കുക. അപ്പോ 2 രീതിയിലുണ്ട്. ദൃശ്യകലകളുണ്ട്, ദൃശ്യ ശ്രാവ്യ കലകളുണ്ട്. ഇപ്പൊ ദൃശ്യകലകൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രമാണ്. ഇപ്പൊ നമ്മൾ പടം വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഗുഹാചിത്രങ്ങൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ദൃശ്യകലകൾ മാത്രമാണ്. ഇപ്പൊ 2 രീതിയിൽ ഇപ്പൊ സംഗീതം കൂടി വരുമ്പോഴാണ് ദൃശ്യ ശ്രാവ്യ കലകൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് ദൃശ്യ ശ്രാവ്യ കലകൾ കേരളത്തിലുള്ളതും അതുപോലെ തന്നെ നമുക്ക് യുനെസ്കോന്റെ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടതും അങ്ങനെയൊക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു മുന്നോട്ട് പോകട്ടെ. നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ട് എന്താ പറയാ, ശാസ്ത്രീയ കലകൾ, ഇപ്പൊ കഥകളി, കൂടിയാട്ടം, കൂത്ത്, കൃഷ്ണനാട്ടം, ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം, കേരള നടനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കഥകളിയൊക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് കഥകളി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കഥകളി 8 ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് നിങ്ങൾ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് നമുക്ക് വളരെ അത്യാവശ്യമുള്ളത്. അപ്പൊ നമുക്ക് കഥകളി, ഇപ്പോ കേരളത്തിന്റെ ദൃശ്യശ്രാവ്യ കലകൾ പഠിക്കുമ്പോൾ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൽ നോക്കാൻ പറയണത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഞാൻ ഇവിടെ കഥകളിയെ കുറിച്ച് പറയാം. പക്ഷേ ക്ലാസിക്കൽ ഡാൻസ് ഫോംസിൽ വേറെ കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ, കഥകളി, മോഹിനിയാട്ടം കൂടാതെ. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ കഥകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി. കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് രാമനാട്ടാണ്. പണ്ട് കാലത്ത് രാമനാട്ടം എന്നാണ് കഥകളി അറിയപ്പെട്ടിരുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച ക്ലാസിക്കൽ കലാരൂപമുണ്ട്. ഏതറിയോ നിങ്ങൾക്ക്? രാമനാട്ടം. ആ രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ രാമനാട്ടം മലയാളത്തിലാണ് രചിച്ചിരിക്കുന്നത്. രാമനാട്ടം ഏത് പേരിലാണ് അല്ല ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷയിലാണ്. കലകളുടെ രാജാവ് എന്നും രാജാക്കന്മാരുടെ കല എന്ന് അറിയപ്പെടുന്ന കഥകളിക്ക് വിദേശികൾ ടോട്ടൽ തിയേറ്റർ എന്നൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടൽ തിയേറ്റർ എന്നറിയ
അറിയപ്പെടുന്നത് ഏതാണ്? കഥകളിയാണ്. ഈ കഥകളിയുടെ സാഹിത്യ രൂപം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആട്ടക്കഥയാണ്. അപ്പൊ കഥകളിയുടെ സാഹിത്യ രൂപത്തിന് നമ്മൾ എന്താ വിളിക്കുക? ആട്ടക്കഥ എന്നാണ് വിളിക്കുക കേട്ടോ. ഇനി വെട്ടത്ത് സമ്പ്രദായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓപ്ഷനിൽ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ തരാൻ പറ്റിയതാണ്. വെട്ടത്ത് സമ്പ്രദായം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു കലാരൂപം കൂടിയാണ് ഏത്? കഥകളി ട്ടോ. ഇനി അടുത്തത് ശരിക്കും കഥകളി എന്ന് പറയുന്ന ആ നാടകം, അതിന് ശരിയായിട്ടുള്ള രീതിയിൽ പറയാൻ വെച്ച ഒരു നാടകമാണ്. അത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ ഒരാവശ്യമാണെന്ന്. എന്നാലാണ് ഈ കഥകളി പൂർണ്ണമായിട്ടും അവതരിപ്പിച്ച് തീർക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമാണ്. ഇനി ഈ കഥകളി മുദ്രകളുണ്ട്. നമുക്കറിയാം കഥകളി, നമുക്ക് പലർക്കും കഥകളി കണ്ടിരിക്കുമ്പോൾ മനസ്സിലാവൊന്നുമില്ല, മുദ്ര നോക്കിയിട്ടാണ് കാര്യങ്ങൾ, അല്ലാതെ അതിൽ സംസാരം കുറവാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ കഥകളി മുദ്രകൾക്ക് പ്രധാനമായിട്ടും കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഹസ്തലക്ഷണ ദീപിക എന്നാ പറയാം. ആ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കഥകളി മുദ്രകൾ കേട്ടോ. അപ്പൊ ഹസ്തലക്ഷണ ദീപിക പ്രകാരം കഥകളി മുദ്രകൾ 24 എണ്ണം ഉണ്ടെന്നാ പറയണേ. എത്ര ഉണ്ട്? 24 എണ്ണം. ഇനി കഥകളി വേഷങ്ങൾ. കഥകളിയില് പല ആൾക്കാർ വേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓരോ വേഷങ്ങളെയും നമ്മൾ ഓരോ പേരിട്ടാ വിളിക്കണേ. അതായത് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യണ നായകന്മാരെയൊക്കെ നമ്മൾ പച്ച എന്ന് വിളിക്കും. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഈ 5 എണ്ണം കഥകളിയിലെ വേഷങ്ങളാണ്. പച്ച എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ നായകന്മാർ. ഇപ്പൊ ഉദാഹരണം പറയാ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അങ്ങവരുടെയൊക്കെ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നമുക്ക് പച്ച എന്ന് വിളിക്കാം. ഇനി കത്തിയാണെങ്കിലോ, അതായത് ഇവര് പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നതാണ്. ഇപ്പൊ വില്ലന്മാരാണ് ഇല്ലേ. അപ്പൊ എന്താ പറയാ, അതായത് തിന്മ നിറഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇപ്പൊ കംസൻ, രാജാക്കന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ ദുഷ്ടത നിറഞ്ഞവരാണ്, ദുര്യോധനൻ, അങ്ങനെയുള്ള റോളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് കത്തി. ഇനി കരിയുണ്ട്. കരി രാക്ഷസന്മാരാണ്. ശരിക്കും കരി തന്നെ 2 രീതിയിലുണ്ട്. ആൺകരി ഉണ്ട്, പെൺകരി ഉണ്ട്. കരി റോള് കൈകാര്യം ചെയ്യുന്നത് രാക്ഷസന്മാരാണ്. ഇനി താടി. താടിയെയും നമുക്ക് ചുവന്ന താടി ഒരു കാറ്റഗറിയാണ്. അതായത് ഇപ്പോ ഭയങ്കര ദേഷ്യം വരുന്നത് ക്ഷിപ്രകോപികളായിട്ടുള്ള ആൾക്കാർ, സുഗ്രീവൻ, ബാലി, അവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? ചുവന്ന താടി. കറുത്ത താടിയാണെങ്കിലോ വേടന്മാര്, നായാടികള്, അവരുടെയൊക്കെ റോള് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് കറുത്ത താടി. ഇനി വെളുത്ത താടിയോ? വെളുത്ത താടി ഇപ്പൊ നമ്മൾ ഹനുമാനെയും ജാമ്പവാനെയും ഒക്കെ ഓർത്താൽ മതി. അതായത് അമാനുഷികമായിട്ടുള്ള ഗുണങ്ങളുള്ള ആൾക്കാര്, സാത്വിക ഗുണങ്ങളുള്ള ആൾക്കാരൊക്കെയാണ് വെളുത്ത താടി എന്ന് പറയുന്ന റോള് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അവരുടെ റോള് കൈകാര്യം ചെയ്യുന്നവരാണ് കേട്ടോ. ഇനി മിനുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിമാരുടെ വേഷം അവതരിപ്പിക്കണോരെ, സ്ത്രീകളുടെ വേഷം അവതരിപ്പിക്കണോരെ, സന്യാസിമാരെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക? മിനുക്ക് എന്നാ പറയാ. അപ്പൊ പച്ച, കത്തി, കരി, താടി, മിനുക്ക് തുടങ്ങിയവയാണ് കഥകളി വേഷങ്ങൾ. ഇനി കഥകളിക്ക് വേഷണിയണ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ചുട്ടി കുത്തുക എന്നാ പറയാ. എന്താ പറയാ? ചുട്ടി കുത്തുക കേട്ടോ. കഥകളിയില് ചടങ്ങുകളുണ്ട്. കഥകളി അവതരിപ്പിക്കണേക്കാൾ മുന്നേ കുറച്ച് ചടങ്ങുകളുണ്ട്. ശരിക്കും അഷ്ടാംഗങ്ങൾ എന്നാ ചടങ്ങുകളെ വിളിക്കണേ. അതായത് 8 എന്താ പറയാ സ്റ്റെപ്പ് ഉണ്ട് അതിന്, 8 ചടങ്ങുകളാണ്. ആദ്യം തന്നെ നമ്മൾ കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണം. പണ്ട് കാലത്തൊക്കെ ചെണ്ടയൊക്കെ കൊട്ടി നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് നടക്കുകയാണ് അല്ലെ. അപ്പൊ അതിനെ നമ്മൾ കേളികുട്ട് എന്നാ വിളിക്കുക. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ്. കഥകളി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണ ചടങ്ങാണ് എന്തെന്ന് പറയുന്നത്? കേളികൂട്ട്. എന്നാല് സ്റ്റേജിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ചടങ്ങ് ഏതാ അറിയോ? തിരശീല നീക്കിയിട്ട് എന്താ പറയുന്നത്, നാടകം ആരംഭിക്കുന്ന ചടങ്ങിനെ നമ്മൾ പുറപ്പാട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പുറപ്പാട് എന്ന് വിളിക്കും. അവസാന ചടങ്ങിനെ നമ്മൾ ധനാശി എന്ന് വിളിക്കുക. ലാസ്റ്റത്തെ ചടങ്ങ് ഏതാണ്? ധനാശി. ഇപ്പൊ കേളികൊട്ടുണ്ട്, പുറപ്പാടുണ്ട്, ധനാശീലി, ഇതൊന്നും കൂടാണ്ട് അരങ്ങ് കേളി, തോടയം, വന്ദന ശ്ലോകം ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ പറയുന്നത്? കേളികെട്ട്, പുറപ്പാട്, അരങ്ങ് കേളി, തോടയം, വന്ദന ശ്ലോകം, ധനാശി, ഇതൊക്കെ തന്നെ കഥകളിയുടെ ചടങ്ങുകളാണ്. ഇപ്പൊ തോടയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഓരോരുത്തരും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ഇഷ്ടദേവതയൊക്കെ പൂജിക്കും. ആ പൂജിക്കേണ്ട ചടങ്ങാണ് ഇത്ര ഇത് തോടയം എന്ന് പറഞ്ഞത്. കഥകളി കഴിഞ്ഞു എന്ന് തുടങ്ങി കഴിഞ്ഞു എന്നറിയിക്കുന്ന ചടങ്ങാണ് കഥകളി. ഇത് തുടങ്ങാട്ടാന്ന് പറയുന്നതാണ് അരങ്ങ് കേളി. ഇനി അടുത്തത്
എന്താ പറയുന്നത്, വന്ദന ശ്ലോകം ഉണ്ട്. അതായത് പാട്ടുകാര് രണ്ടുപേരുണ്ട്. പ്രധാന പാട്ടുകാരനെ നമ്മൾ പൊന്നാനി എന്ന് വിളിക്കും. അങ്ങേരുടെ കൂടെ പാടുന്ന ആളെ നമ്മൾ ശിങ്കിടി എന്ന് വിളിക്കും. കൂടെ ആൾക്കാരെ കൂടെ കണ്ടു കൊടുക്കണവരെ നമ്മൾ ശിങ്കിടികളാന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും കൂടി എന്താ പറയാ പാടുന്ന ചടങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വന്ദന ശ്ലോകം എന്നൊക്കെ വിളിക്കുന്നത്. ധനാശി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അവസാനത്തെ ചടങ്ങാണ്. അപ്പൊ കേളികൊട്ട്, പുറപ്പാട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, ധനാശി, ഇതൊക്കെ കഥകളിയിലെ ചടങ്ങുകളാണ്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഇതൊക്കെ കഥകളിയിലെ വേഷങ്ങളാണ് അല്ലെ. ഇനി കല്യാണ സൗഗന്ധികം, നളചരിതം, ഉത്തര സ്വയംവരം, ദുര്യോധനവധം, ബാലിവധം, സന്താന ഗോപാലം, ഇതൊക്കെ പ്രധാനപ്പെട്ട കഥകളി നാടകങ്ങളാണ്. ഏതൊക്കെയാണ് കഥകളി നാടകങ്ങള്? കല്യാണ സൗഗന്ധികണ്ട്, നളചരിതം, ഉത്തര സ്വയംവരം, ദുര്യോധനവധം, ബാലിവധം, സന്താന ഗോപാലം. SCERT പുസ്തകങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പഠിക്കുക തന്നെ വേണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ 99%, ഞാൻ 100% പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഞാൻ പറയില്ല. എനിക്കറിയില്ല, ഞാനല്ല, ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷെ ഇപ്പോൾ SCERT ബുക്കുകൾ അങ്ങനെ തന്നെ പകർത്തി വെക്കുന്ന ഒരു ശീലമാണ് PSCക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ബുക്കുകളിലുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞില്ലേ കഥകളി രണ്ടുപേരും കൂടിയിട്ടാണ്, പൊന്നാനി അതുപോലെ ശിങ്കിടി, അങ്ങനെ രണ്ടാൾക്കാർ കൂടിയിട്ടാണ് കഥകളിയിലുള്ള പാട്ട് പാടുന്നത്. അപ്പൊ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് ആലപിക്കുന്ന ഗാനത്തെ തിരനോട്ടം എന്ന് വിളിക്കുക. അതൊന്നും ഓർക്കണം കേട്ടോ. പണ്ട് കാലത്ത് നമ്മുടെ ദൂരദർശനിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു തിരനോട്ടം അല്ലെ. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? തിരനോട്ടം എന്ന് വിളിക്കുന്നു. ഓർക്കാട്ടോ. ഇനി അടുത്തത്, കഥകളിയിൽ എന്തൊക്കെ വാദ്യോപകരണങ്ങളാ ഉപയോഗിക്കണേ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. ഏതൊക്കെയാണ്? ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. ഇതൊക്കെ തന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങളാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണങ്ങൾ ചെണ്ട, ചേങ്ങില, മദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാ? കോട്ടയത്ത് തമ്പുരാനാണ്. കഥകളിയുടെ ഉപജ്ഞാതാവ് കോട്ടയത്ത് തമ്പുരാനാണ്. എന്നാൽ എന്താ പറയുന്നത്, രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. ഇനി അടുത്ത് ചോദിക്കണേ, കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ ആരാണ്? രാജാവാണ്. ആരാണ്? മാനവേദൻ രാജാവാണ് കേട്ടോ. വളരെ പ്രധാനമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതായത് നേരിട്ടൊരു ചോദ്യം നമ്മളോട് പ്രതീക്ഷിക്കേണ്ട. 4 സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നത് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ. അതായത് 2 ഗായകരുണ്ട്, ഗായകരിൽ പ്രധാനി പൊന്നാനി എന്നും കൂടെ പാടുന്ന ഗായകനെ ശിങ്കിടി എന്നും വിളിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി പാടുന്ന ആദ്യത്തെ പാട്ടാണ് ഏതാന്ന് നമ്മൾ പറഞ്ഞു? ദൂരദർശനിലെ പരിപാടി. ഏതാ ദൂരദർശനിലെ പരിപാടി? ഓർക്കുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യോ. ഏതാണ്? തിരനോട്ടം അല്ലെ. അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. അങ്ങനെയുള്ള രീതിയിലൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള 99% സാധ്യതയുണ്ട്. ഇനി അടുത്തത്, കഥകളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട കലാകാരന്മാരാണ്. കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർ, മാങ്കൊമ്പ് ശിവശങ്കര പിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, ഇവരൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇനി അതിന്റെ ഇടയിൽ മിനുക്ക് എന്ന് പറഞ്ഞത് സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മുനികളെ, സന്യാസിമാരെ അവതരിപ്പിക്കുന്നവരെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ആ കോട്ടക്കൽ ശിവരാമനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതും എടുത്തു ചോദിക്കാൻ സാധ്യതയുള്ള ആളാണ്. സ്ത്രീ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കോട്ടക്കൽ ശിവരാമൻ. അതുപോലെ കഥകളിയെ ഇന്നത്തെ രീതിയിലേക്ക് പുനരുജ്ജീവിപ്പിച്ച, പണ്ടുകാലത്ത് വളരെ ഫേമസ് ആയിരുന്നു, അതിന്റെ ഇടയിൽ കുറച്ചു നാള് അതിന് വലിയ പ്രാധാന്യം ഇല്ലാണ്ട് പോയി. അങ്ങനെ ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമിച്ചതും കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചതുമായ മലയാള കവി വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് കേരള കലാമണ്ഡലം തന്നെ സ്ഥാപിക്കുന്നത്. ഒക്ടോബർ 16 ഈ വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമാണ്. അത് ദേശീയ കഥകളി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു എന്താ പറയുന്നത് കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. മലയാളത്തിലെ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത കലാരൂപമാണ് മോഹിനിയാട്ടം. ശ്രദ്ധിക്കണം, മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത കല.
ശാസ്ത്രീയ സംഗീതങ്ങൾ കുറെ ഉണ്ട്, പക്ഷെ സ്ത്രീ നൃത്തകല അത് വിചാരിച്ച് പുരുഷന്മാരിപ്പോ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒരു പുരുഷന്മാർ ചെയ്യേണ്ടത്. പക്ഷേ പ്രധാനമായിട്ടും പറയാം ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ്. കാരണം ലാസ്യഭാവത്തിന് ഊന്നൽ നൽകുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം. ലാസ്യഭാവം എപ്പോഴും സ്ത്രീകളിലാണ്, അല്ലെങ്കിൽ ശൃംഗാരഭാവം എവിടെയാ വരിക, ആരുടെ മുഖത്താ വരിക? സ്ത്രീകളുടെ മുഖത്താ കൂടുതൽ അത് വരിക. അതുകൊണ്ട് ഇപ്പോ മറ്റു കലാരൂപങ്ങൾ ഇപ്പൊ മോഹിനിയാട്ടം പോലെ അല്ലാണ്ട് ഇപ്പൊ ഭരതനാട്യം അല്ലെങ്കിൽ കുച്ചിപ്പുടിയൊക്കെ അവതരിപ്പിക്കണ പോലെ മോഹിനിയാട്ടം വളരെ കുറവാണ് പുരുഷന്മാരെ അവതരിപ്പിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അത് രീതിയിൽ പഠിക്കണമല്ലോ. മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാന്ന് പഠിക്കണം. കേരളത്തിലെ സ്ത്രീ ക്ഷേത്രങ്ങളില് ദേവദാസി എന്ന് പറയുന്ന ഒരു നൃത്ത രൂപം ഉണ്ടായിരുന്നു. ദേവദാസി നൃത്ത രൂപമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപം നമുക്ക് എന്തിനെ വിളിക്കാം? മോഹിനിയാട്ടത്തെ വിളിക്കാം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മയാണ്. ആരാണ്? കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്നത് കർണാടക സംഗീതമാണ്. എന്താണ്? കർണാടക സംഗീതം. ഈ മോഹിനിയാട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്ന കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കൃതിയുണ്ട്, ഘോഷയാത്ര എന്നാണ് അതിന്റെ പേര്. മോഹിനിയാട്ടത്തിന് പ്രചാരം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ പേരാ നമ്മൾ പറയാ? സ്വാതി തിരുനാളിന്റെ പേരാണ് പറയാ. എന്താണ്? സ്വാതി തിരുനാളിന്റെ പേരാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ശൃംഗാരഭാവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കലാരൂപമാണ്. ഇനി അടുത്തത് ലാസ്യ നൃത്തം എന്നറിയപ്പെടുന്നു. ഇനി മോഹിനിയാട്ട നർത്തകര് കലാമണ്ഡലം കല്യാണിക്കുട്ടി, കലാമണ്ഡലം ക്ഷേമാവതി, അവരെയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഒരാളെയും കൂടി ഓർത്തു വയ്ക്കുക, ഭാരതി ശിവജി. ആരാണ്? ഭാരതി ശിവജി. വളരെ പ്രധാനപ്പെട്ട ഒരു മോഹിനിയാട്ടം കലാകാരന്മാരെ കുറിച്ച് ചോദിക്കും. താഴെ പറയുന്ന കലാകാരന്മാർ ഏതുമായി റിലേറ്റഡ് ആണ്? അപ്പൊ കലാമണ്ഡലം ക്ഷേമാവതി, കലാമണ്ഡലം കല്യാണിക്കുട്ടി, കോട്ടക്കൽ ശിവരാമൻ, ഭാരതി ശിവജി എന്നൊക്കെ 4 ആളുടെ പേര് തന്നിട്ട് അതില് മോഹിനിയാട്ട നർത്തകരല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിലെ കഥകളി നർത്തകൻ ആര് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. ഇനി അടുത്തത് നമുക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ രംഗകലയാണ് കൂടിയാട്ടം. ടോപ്പായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല കൂടിയാട്ടം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം. ഇതൊരു സംസ്കൃത നാടകരൂപമാണ് പ്രധാനം കേട്ടോ. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. 2001 യുനെസ്കോ ലിസ്റ്റിൽ കൂടിയാട്ടം പെടുന്നത്. കൂടിയാട്ടത്തിൽ അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ അഭിനയത്തിനാണ്, അഭിനയിച്ച് ഫലിപ്പിക്കുക ചെയ്യണേ കൂടിയാട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ്. നാട്യശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന 4 അഭിനയ രീതികളായ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്നിവയൊക്കെ കൂടിയാട്ടത്തില് ഒത്തുചേരുന്നുണ്ട് കേട്ടോ. ഇനി ക്ഷേത്രവളപ്പില് കൂത്തമ്പലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ കൂത്തമ്പലത്തിലാണ് എന്തരങ്ങേറുക? കൂടിയാട്ടം അരങ്ങേറുക. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണത്തിന്റെ പേരെന്താ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മിഴാവ്. മിഴാവാണ് ഏറ്റവും പ്രധാനം. ഇനി ഇടയ്ക്കും കുറുങ്കുഴലും, ഇടയ്ക്ക, തിമില, കുറുങ്കുഴൽ എന്ന് പറയുന്ന വാദ്യോപകരണങ്ങളൊക്കെ തന്നെ ഉണ്ട് വെച്ചാലും മിഴാവാണ് പ്രധാനം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 6 മുതൽ 8 മണിക്കൂർ വരെ ഉണ്ടെങ്കിലാണ് കഥകളി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൂടിയാട്ടം അവതരിപ്പിക്കാൻ ശരിയായിട്ടുള്ള രീതിയിൽ കൂടിയാട്ടം അവതരിപ്പിക്കണമെങ്കിൽ 41 ദിവസം വേണം എന്നാ പറയണത്. എത്ര ദിവസം വേണം? 41 ദിവസം വേണം. ഇനി മലയാളത്തില് സംസാരിക്കും. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു സംസ്കൃത നാടക രൂപമാണെന്ന് കൂടിയാട്ടം. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഒരു കഥാപാത്രം ഉണ്ട് കൂടിയാട്ടത്തിൽ, അദ്ദേഹമാണ് വിദൂഷകൻ. അപ്പൊ കൂടിയാട്ടം അരങ്ങേറുമ്പോൾ കൂടിയാട്ടം എന്ന് പറയുന്ന ആ കലാരൂപത്തില് മലയാളത്തിൽ ഒരേ ഒരാളെ സംസാരിക്കുള്ളൂ. അത് ആരാണ്? വിദൂഷകനാണ് കേട്ടോ. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ചാക്യാറും നങ്ങ്യാറും കൂടിയാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്നതില് പുരുഷ കഥാപാത്രം ചാക്യാറും സ്ത്രീ കഥാപാത്രം നങ്ങ്യാറുമാണ്. നമ്മൾ ചാക്യാർ കൂത്ത് നങ്ങ്യാർ കൂത്ത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇനി പഠിക്കും, കൂത്ത് പഠിക്കുമ്പോ. ഇത് കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷ കഥാപാത്രത്തെ ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാർ എന്നും വിളിക്കുന്നു. ഇനി ഈ ചാക്യാർ പുരാണ കഥ പറയുന്നതിനെ ചാക്യാർ കൂത്തെന്നും നങ്ങ്യാർ പുരാണ കഥ പറയുന്നതിനെയാണ് നങ്ങ്യാർ കൂത്തെന്നും വിളിക്കുന്നത് കേട്ടോ. ഇനി കൂടിയാട്ടത്തിൽ മിഴാവ് കൊട്ടുന്നത് നമ്പ്യാർ എന്ന് പറയുന്ന ആളാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരാളാണ്.
അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന ആളാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. ഓർക്കുക, കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കണ കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘടനയുടെ പേര് മാർഗി എന്നാണ്. ഏതാ സംഘടന? മാർഗി. ആസ്ഥാനം തിരുവനന്തപുരം. അപ്പൊ തിരുവനന്തപുരം ആസ്ഥാനമായ മാർഗി എന്ന് പറയുന്ന സംഘടന കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് ഓർക്കണം. ഇനി വളരെ ചുരുങ്ങിയ ഇത്രയും അധികം ക്ഷേത്രങ്ങളുള്ള കേരളത്തില് രണ്ട് ക്ഷേത്രങ്ങളിലാണ് വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്നുള്ളൂ. ഒന്ന് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും അടുത്ത തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലും. രണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ രണ്ട് ക്ഷേത്രങ്ങളാണ്. ഒന്ന് പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണ് വടക്കുംനാഥ ക്ഷേത്രം, അടുത്തത് ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ഇനി അടുത്തത് കൂടിയാട്ട കലാകാരന്മാരെയും കൂടി ഒന്ന് പഠിക്കുക നിങ്ങള്. അമ്മന്നൂർ മാധവ ചാക്യാർ നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തിന്റെ കുലപതിയാണ്. അമ്മന്നൂർ മാണി മാധവ ചാക്യാർ അങ്ങേരുണ്ട്. പൈൻകുളം രാമചാക്യാർ ട്ടോ. അപ്പൊ അത്രയും ഓർക്കാം. ഇനി കൂടിയാട്ടം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപത്തിന്റെ പേരാണ് കൂത്ത്. അപ്പൊ കൂടിയാട്ടത്തിന്റെ ഒരു ഭാഗമായും കൂടിയാട്ടത്തിൽ നിന്ന് വേറിട്ടും അപ്പൊ കൂടിയാട്ടത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കും. അതുകൊണ്ടാണ് നങ്ങ്യാരെയും ചാക്യാരെയും കുറിച്ചും നങ്ങ്യാർകൂത്തിനെയും ചാക്യാർകൂത്തിനെയും കുറിച്ചും കൂടിയാട്ടത്തിൽ പറഞ്ഞത്. ഇനി കൂടിയാട്ടത്തിന് മാറി നിന്ന്, അതായത് കൂടിയാട്ടം അല്ലാതെ തന്നെ കൂടിയാട്ടത്തിലല്ലാതെ തന്നെയും നമ്മൾ വേറെയും ക്ഷേത്രങ്ങളിൽ കൂത്ത് നടത്താറുണ്ട്. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ സദസ്യർക്ക് അഭിനയിച്ചു പറഞ്ഞു കൊടുക്കുന്ന ഒരു കലാരൂപത്തെ വിളിക്കുന്ന പേരാണ് കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ പ്രത്യേകത ഏകാംഗ അഭിനയ ശൈലിയാണ്. ഒറ്റ ആളേ ഉള്ളൂ എന്ന് അതിനർത്ഥം അല്ലെ. കൂത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് കഥാകഥനവും അടുത്ത നാടക അഭിനയവും. അത് വലിയ പ്രാധാന്യം ഇല്ല. നമുക്ക് അടുത്തത് പ്രാധാന്യം. അപ്പൊ നമ്മൾ ഏകാംഗ അഭിനയ ശൈലിയാണ് പഠിക്കാം. കൂത്ത് കൂടിയാട്ടത്തിന്റെ കൂടെയും കൂടിയാട്ടം അല്ലാതെ തന്നെയും കൂത്ത് അവതരിപ്പിക്കുന്നു പഠിക്കാം. ഇനി അടുത്തത് എന്താ പഠിക്കേണ്ടത്? കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലോ അഥവാ കൂത്തുതറയിലോ ആണ്. കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്തമ്പലത്തിലോ. നമ്മൾ കൂത്തമ്പലത്തിൽ വെച്ച് അല്ലെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ കൂത്തമ്പലത്തിൽ നിന്ന് നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും, പക്ഷെ കൂത്ത് തറാന്ന് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ കൂത്തമ്പലത്തിന് പകരം കൂത്ത് തറാന്ന് വേണമെങ്കിൽ തരാം. അത് ഓർക്കുക കേട്ടോ. ഇനി മുൻകാലങ്ങളിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഈ കൂത്ത് അവതരിപ്പിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ചാക്യാർ കൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ മോഹിനിയാട്ടം പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ പഠിക്കുന്നുണ്ട്. എന്താ പുരുഷന്മാർക്ക് പഠിച്ചാൽ പറ്റില്ലേ? പക്ഷെ മലയാളത്തിലെ ഒരേ ഒരു ശാസ്ത്രീയ സ്ത്രീ നൃത്ത കല എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്നെയാ പറയാ? അതായത് അത് മോഹിനിയാട്ടം തന്നെയാ പറയാ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, മുൻകാലങ്ങളിൽ ചാക്യാർ സമുദായത്തിൽപ്പെട്ടവര് ആണ് ഇത് അവതരിപ്പിച്ചെന്നുള്ളതുകൊണ്ട് ചാക്യാർ കൂത്ത് എന്ന പേരുണ്ട്. അപ്പൊ എരി വന്നു എന്ന് മാത്രം. ഇനി അടുത്തത് കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന സംഗീതോപകരണം. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംഗീതോപകരണം മിഴാവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ കൂടിയാട്ടത്തിലൊപ്പം കൂത്തും കൂടി അവതരിപ്പിക്കണില്ലേ? അപ്പൊ രണ്ടിലും പെടുന്നത് ഏതാണ്? മിഴാവാണ് കേട്ടോ. ഇനി വിദൂഷകന്റെ വേഷമുള്ള ഒരാൾ മാത്രമായിട്ടാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ചാക്യാർ അവതരിപ്പിക്കുന്നതിനെ ചാക്യാർ കൂത്ത് എന്ന് വിളിക്കും. നങ്ങ്യാർ സമുദായത്തിൽ, അതായത് നങ്ങ്യാർ സ്ത്രീകൾ അവതരിപ്പിക്കുന്നതിനെ നങ്ങ്യാർകൂത്ത് എന്ന് വിളിക്കും. പക്ഷെ നങ്ങ്യാർകൂത്തിന്റെ പ്രത്യേകതയുണ്ട്. നങ്ങ്യാർകൂത്തിന് മിണ്ടാട്ടല്ല, അതായത് സംഭാഷണമില്ലാത്തൊരു പരിപാടിയാണ് ഏത്? നങ്ങ്യാർകൂത്ത്. അവിടെ എന്താണ്? ഹാസ്യമുദ്രകളാണ് കഥ പറയുന്നത്. അപ്പൊ മുദ്രകൾ കാണിക്കും. മുദ്രകളിൽ നിന്ന് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാം. അതായത് എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ചെല്ലുകയാണെങ്കിൽ മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് നമുക്ക് അറിയണ്ടേ? മനസ്സിലായി? അപ്പൊ അതായത് മുദ്രകളൊക്കെ അറിയണം ഭംഗിയായി. അത് പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ കണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് കേട്ടോ. പക്ഷെ പൊതുവെ ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം, ഓട്ടം തുള്ളൽ ഇതൊക്കെ കഥകളിയേക്കാൾ കുറച്ചും കൂടി ആൾക്കാർ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇനി അടുത്തത് കേരള നടനം. നമുക്കറിയാം മോഹിനിയാട്ടം പോലെ കണ്ടാൽ മോഹിനിയാട്ടം പോലെ തോന്നും. എന്നാൽ മോഹിനിയാട്ടത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലായോ രൂപീകരിച്ച കഥകളി നടനമാണ് പിന്നീട് കേരള നടനായിട്ട് മാറിയത്. അപ്പൊ കഥകളിയുടെ ഒരു ലെവലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഏതെന്നാ പറയുന്നത്? കേരള നടനം കേട്ടോ. 1913 വന്നൊരു കഥ ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കൻ നർത്തകിയായ ഇസ്തർ ഷെർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ട്, അല്ലെങ്കിൽ രാഗിണി ദേവി എന്ന് പറയും. ഇവരെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ദ്രാണി റഹ്മാനെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രശസ്തയായ ഒഡീസി നർത്തകിയാണ്
ആരാണ്? ഇന്ദ്രാണി റഹ്മാൻ. ഒഡീസി നർത്തകി ഇന്ദ്രാണി റഹ്മാന്റെ അമ്മയാണ് രാഗിണി ദേവി. അപ്പൊ അവരാണ് കേരള നടന പിറവിക്ക് ആധാരമായിട്ടുള്ള മൂല കാരണമായിട്ടുള്ള ആശയം മുന്നോട്ട് വെച്ചത് എന്നാണ് പറയുന്നത് കേട്ടോ. എന്നാൽ കഥകളി കലാകാരനായിരുന്ന കലാമണ്ഡലം ഗോവിന്ദപിള്ള കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തെ നമ്മൾ ഗുരു ഗോപിനാഥ് എന്ന് വിളിക്കുന്നു. അപ്പൊ അദ്ദേഹമാണ് ശരിക്കും ഈ ഒരു കലാരൂപം ഇങ്ങനെ എന്താ പറയുന്നത് ഇത്രയും പ്രചാരം ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വ്യക്തി. കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കർണാടിക് സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കേരള നടനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കേരള നടനത്തിന്റെ സൃഷ്ടാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഗുരു ഗോപിനാഥിനെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ രാഗിണി ദേവി ഇപ്പോ നമ്മുടെ ഇന്ദ്രാണി റഹ്മാന്റെ ഒഡീസി നർത്തകിയായി ഇന്ദ്രാണി റഹ്മാന്റെ അമ്മയായി രാഗിണി ദേവി അഥവാ ഇസ്തർ ഷെർമാൻ ഇത് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ഒരു ലേഡി ആണെങ്കിലും കഥകളി കലാകാരനായിരുന്ന കലാമണ്ഡലം ഗോവിന്ദപിള്ള, പിൽക്കാലത്ത് ഗുരു ഗോപിനാഥ് എന്ന പേരിൽ അറിയപ്പെട്ട ഗോവിന്ദപിള്ളയാണ് കേരള നടനത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരള നടനത്തിന്റെ പിറവിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയുണ്ട്, എന്റെ ജീവിത സ്മരണകൾ. അപ്പൊ ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയുടെ പേര് എന്റെ ജീവിത സ്മരണകൾ എന്നാണ്. ഇനി ഗുരു ഗോപിനാഥ് നടന ഗ്രാമം തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുമാണ്. ഇനി കേരള നടനത്തിന്റെ സൃഷ്ടാവ് പറഞ്ഞു നമ്മൾ ഗുരു ഗോപിനാഥ് ആണ്. ഇനി വേണമെങ്കിൽ കേരള നടനത്തിന് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളൊന്നും ഓർത്തു വെക്കുക. കുറച്ച് അധികം ഉള്ളത് കൊണ്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. മൃദംഗം, തബല, പുല്ലാങ്കുഴല്, വയലിൻ, ഡോലക്ക്, സിംബല്, സാരംഗി അതൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട കലയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കൊച്ചുകുട്ടികളുടെ സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വളരെ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ഓട്ടം തുള്ളൽ അല്ലെ. 18-ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടം തുള്ളൽ ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? കുഞ്ചൻ നമ്പ്യാരെയാണ്. തുള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നൃത്തം ചെയ്യുക എന്നല്ലേ അർത്ഥം. അവർ തുള്ളി കളിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നൃത്തം ചെയ്യുക. അപ്പോ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാര്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ 3 തരത്തിലുള്ള തുള്ളലുണ്ട്. ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഉള്ളതാട്ടോ, CRT ടെക്സ്റ്റ് ബുക്കുകളിലുള്ളതാണ്. ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ തുടങ്ങി അങ്ങനെ തുള്ളലിനെ നമുക്ക് 3ആയി തിരിക്കാം. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓട്ടം തുള്ളലാണ്. തുള്ളലിൽ ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യങ്ങൾ പ്രധാനമാണ് മദ്ദളവും കുഴിത്താളവും. 2 എണ്ണേ ഉള്ളൂ, അതുകൊണ്ട് പ്രധാനമാണ് മദ്ദളം, കുഴിത്താളം ട്ടോ. മദ്ദളം, കുഴിത്താളം. ഈ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെ കുറിച്ചും ആദ്യത്തെ തുള്ളൽ കൃതിയെ കുറിച്ചും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികാണ്. ഇത് ശീതങ്കം തുള്ളലാണ്. ആദ്യത്തെ തുള്ളൽ കൃതി പരീക്ഷയ്ക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണിത്, ശീതങ്കം തുള്ളൽ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികളാണ് ആരുടെ? കുഞ്ചൻ നമ്പ്യാരുടെ. ഏതൊക്കെയാണ്? രുക്മിണി സ്വയംവരമുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുന്നത് നളചരിതമുണ്ട്, കിരാതുണ്ട്, രാവണോത്ഭവമുണ്ട്, ബാലി വിജയം, ബാണയുദ്ധം, അഹല്യാമോക്ഷം. ഇതൊക്കെ പ്രധാനപ്പെട്ട കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളാണ്. കുഞ്ചൻ ദിനം എന്താ അറിയോ നിങ്ങൾക്ക്? മെയ് 5 ഇത് LDC പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. കുഞ്ചൻ ദിനം മെയ് 5 കേട്ടോ. ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ. ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച ഒരു കലാരൂപം. കൂടുതലും എന്താ പറയാ ഓട്ടംതുള്ളൽ കേട്ടിരിക്കാൻ രസമുണ്ട് എന്നുള്ളതും വളരെ എന്താ പറയാ തമാശ നിറഞ്ഞൊരു കലാരൂപമാണ്. സമയം പോണത് അറിയില്ല എന്നുള്ളത് കൊണ്ടും ഇപ്പോ അമ്പലങ്ങളിലൊക്കെ ഉത്സവം അതുപോലെ തന്നെ പൂരമൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാറുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പരീക്ഷയ്ക്ക് ചോദിച്ചു അല്ലെ. കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ രാമനാട്ടം പഠിച്ചു കഥകളി പറഞ്ഞപ്പോ. അപ്പൊ നമ്മൾ അവിടെ കൃഷ്ണനാട്ടത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പ്രതിപാദിച്ചു. അപ്പൊ കൃഷ്ണനാട്ടം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താ പറയുന്നത് അമ്പലങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ള കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും കൃഷ്ണനാട്ടം അരങ്ങേറുന്ന അമ്പലം ഏതാന്ന് ചോദിച്ചാൽ ഗുരുവായൂരാണ്. എല്ലാ ദിവസവും, അതായത് കൃഷ്ണനാട്ടം പ്രധാനമായിട്ട് അരങ്ങേറുന്ന അത് ചില പ്രത്യേക ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കിയൊക്കെ കൃഷ്ണനാട്ടം എവിടെയുണ്ട്? ഗുരുവായൂർ അരങ്ങേറുന്നുണ്ട്. ശ്രീകൃഷ്ണ കഥ അപ്പൊ ഗുരുവായൂരാണെന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണനാണ് ഗുരുവായൂർ എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും ശ്രീകൃഷ്ണ കഥ ആവിഷ്കരിക്കുന്ന നൃത്തരൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട് മാനവേദ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. കോഴിക്കോട് മാനവേദ രാജാവ്, കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കോഴിക്കോട് മാനവേദ രാജാവാണ്. മദ്ദളം, ചേങ്ങില, ഇലത്താളം. മദ്ദളം, ചേങ്ങില, ഇലത്താളം കേട്ടോ. മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് പ്രധാനപ്പെട്ട എന്താന്ന് പറയുന്നത് ഇതിന് ഈ എന്താ പറയുന്നത് കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് കൃഷ്ണനാട്ടത്തെ കുറിച്ച്. അടുത്തത് എപ്പോഴും പരീക്ഷയ്ക്ക്
പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു കലാരൂപമാണ് തെയ്യം. കേരളത്തിന്റെ വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കല ചോദിക്കാറുണ്ട്. ഏതാണ്? തെയ്യം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കണ്ണൂർ ജില്ലയാണ്. അപ്പൊ വടക്കൻ കേരളത്തിലെ, അപ്പൊ കണ്ണൂർ മാത്രമല്ല, വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് തെയ്യം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെക്കേണ്ട ചോദ്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന എവിടെ അറിയോ നിങ്ങൾക്ക്? പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. അവിടെ എല്ലാ ദിവസവും എന്തുണ്ട്? തെയ്യം ഉണ്ട് കേട്ടോ. തെയ്യങ്ങളുടെ നാട് ഏതാണ്? കണ്ണൂരാണ്. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങ് എന്ന് വിളിക്കുന്നത് തോറ്റാണ് കേട്ടോ. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങ് എന്ന് ഏതിനെ വിളിക്കുന്നു? തോറ്റത്തെ വിളിക്കുന്നു. ഇനി അതുപോലെ തെയ്യത്തെ അതിന്റെ തനിമയോടുകൂടി സംരക്ഷിക്കുന്നതിനായി തെയ്യം മ്യൂസിയം ഒക്കെ ഉണ്ട്. അത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് തെയ്യത്തിന്റെ മ്യൂസിയം ട്ടോ. വർഷത്തിൽ ഒരിക്കൽ കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നതിനെ നമ്മൾ കളിയാട്ടം എന്ന് വിളിക്കുന്നു. കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കാവുകളിലൊക്കെ നടത്തണേനെ, കാവുകൾ എന്ന് പറഞ്ഞാൽ അമ്പലമാണ്, സർപ്പക്കാവ് മാത്രമല്ല കേട്ടോ, കാവ് അമ്പലങ്ങളും ഉണ്ട്. അമ്പലങ്ങളിൽ നടത്തണേനെ കളിയാട്ടം എന്ന് വിളിക്കും. വളരെ കാലം കൂടി അപൂർവമായിട്ട് വല്ലപ്പോഴും നടത്തണേനെ പെരുങ്കളിയാട്ടം എന്ന് വിളിക്കും. അപ്പൊ വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന തെയ്യത്തെ നമ്മൾ കളിയാട്ടം എന്നും, വളരെ അപൂർവമായി കുറേ വർഷങ്ങളൊക്കെ കൂടുമ്പോൾ പ്രാവശ്യം നടത്തണേനെ പെരുങ്കളിയാട്ടം എന്നും വിളിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ കലാരൂപത്തിന്റെ പേര് ഗദ്ദിക. അപ്പൊ നമ്മൾ പറയാറില്ലേ വയനാട് ജില്ലയില് എന്താ പറയാ ഗോത്ര വിഭാഗക്കാർക്കിടയിൽ പ്രാചീനമായ ഒരു കലാരൂപം ഏത്? ഗദ്ദിക. അല്ലെങ്കിൽ വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപം ഏത്? ഗദ്ദിക ട്ടോ. അങ്ങനെ അപ്പൊ ആ സമുദായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം നടത്തുന്നത്. ഇനി ഗദ്ദിക എന്നാൽ ഒഴിപ്പിക്കുക എന്നത്ര ആ വേർഡിന്റെ മീനിങ്. ഗദ്ദികയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഗദ്ദിക കലാകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ PK കാളന്റെ പേരാ പറയാം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള അടുത്തൊരു ചോദ്യമാണ് മധ്യ തിരുവിതാംകൂറിലെ അനുഷ്ഠാന കല ഏതാണ്? പടയണിയാണ്. ഇങ്ങനെയും ചോദിക്കാം. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? പടയണിയാണ് കേട്ടോ. പടയണി വളരെ പ്രധാനമാണ്. പത്തനംതിട്ട ജില്ലയിലാണ് പ്രധാനമായിട്ടും പടയണി. അതും നമ്മൾ ഓർക്കാം. ഇനി അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ പറയാ യക്ഷഗാനം പ്രചാരത്തിലുള്ള. യക്ഷഗാനം എവിടെയാ പ്രചാരം? യക്ഷഗാനം എവിടെയാന്ന് ചോദിച്ചാൽ കർണാടകയിലെ കലാരൂപമാണ് യക്ഷഗാനം. എന്നാൽ ഇങ്ങനെ ചോദിക്കും യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ പറയാ? കാസർഗോഡാ പറയാ. ഈ യക്ഷഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കഥകളിയുമായി നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് ഏതാ? യക്ഷഗാനം. ഇപ്രാവശ്യം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് യക്ഷഗാനം അരങ്ങേറി. ആകെക്കൂടെ ഒരെണ്ണേ ഉണ്ടായുള്ളൂ, രണ്ടെണ്ണേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജില്ലാ കലോത്സവത്തിനുണ്ടായിരുന്നു. അതിന് അവർക്ക് കുറെ അധികം കാശൊക്കെ വേണം. അതായത് ആ ഒരു വേഷവിധാനത്തിനൊക്കെ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ TV-യിലൊക്കെ കാണാറുള്ളതാണ്. അപ്പൊ കഥകളിയുമായിട്ട് നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനത്തിന് ബയലാട്ടം എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ബയലാട്ടം എന്ന് പറഞ്ഞാലും യക്ഷഗാനം തന്നെയാണ്. കർണാടകയില് തെക്കൻ കാനറ എന്ന് പറയുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കാസർഗോഡൊക്കെ യക്ഷഗാനം അവതരിപ്പിക്കുന്നു. ദേവന്മാരുടെ സംഗീതം എന്നത്രേ യക്ഷഗാനം എന്ന വാക്കിന്റെ അർത്ഥം. യക്ഷഗാനം എന്ന് പറഞ്ഞാൽ യക്ഷൻ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നാണ്. അപ്പൊ ദേവന്മാരുടെ സംഗീതം. യക്ഷഗാനം മ്യൂസിയം എവിടെയുള്ള അറിയോ നിങ്ങൾക്ക്? മഹാകവി ഗോവിന്ദ പൈ സ്മാരകം മഞ്ചേശ്വരം. മഹാകവി ഗോവിന്ദ പൈ സ്മാരകം മഞ്ചേശ്വരത്ത് എന്തുണ്ട്? യക്ഷഗാനം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം, യക്ഷഗാന റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ്. ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്കിപ്പോ അത്ര വലിയ പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല. തിരുവാതിരക്കളി, അത് ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നതുകൊണ്ട് തിരുവാതിരക്കളി എന്നതിന് പേര് വന്നു. ഇതില് ലാസ്യ നൃത്ത രൂപമാണ്. സ്ത്രീകൾ മാത്രമായിട്ട് തിരുവാതിരക്കളി കളിക്കാറുള്ളൂ. അടുത്തതാണ് കണ്ണിയാർകളി. കണ്ണിയാർകളി എന്നും അറിയപ്പെടുന്ന ഈ കലാരൂപം ഒരു കാർഷിക അനുഷ്ഠാന നൃത്ത രൂപമാണ്. എവിടത്തെ? പാലക്കാട് ജില്ലയിലെ കുറേ സ്ഥലങ്ങളിൽ പ്രചാരമുള്ള ഒരു കാർഷിക അനുഷ്ഠാന നൃത്ത രൂപത്തിന്റെ പേര് കണ്ണിയാർകളി. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനമാണ്. ഇതിനെ കളരിയുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപം കൂടിയാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് മുടിയേറ്റ. കേട്ടിട്ടുണ്ടോ മുടിയേറ്റ്? തെക്കൻ കേരളത്തിലെ കൊച്ചിയിലൊക്കെ എന്താ പറയുന്നത് വളരെ പ്രശസ്തി നേടിയ ഒരു കലാരൂപമാണ് മുടിയേറ്റ്. വളരെ പ്രധാനമായിട്ടുള്ള മുടിയേറ്റിന്റെ പ്രത്യേകത രണ്ടാമത് യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ കലാരൂപം. കൂടിയാട്ടം കഴിഞ്ഞാൽ പിന്നെ ഏതിനാ കിട്ടിയ? മുടിയേറ്റിനാ കിട്ടിയ. അപ്പൊ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്.
അടുത്ത കലാരൂപം ഞാൻ പറയാണ്ട് തന്നെ അറിയാം. മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പന, അതുപോലെ മുസ്ലിം മത വിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമായി ദഫ് മുട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് മാർഗംകളി, അതും നമുക്കറിയാം. ഇനി അടുത്തത് വേലകളി, അത് പ്രധാന കേട്ടോ. വേലകളി പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് വേലകളി തെക്കൻ കേരളത്തിലെ ഒരു എന്താ പറയാ പ്രചാരത്തിലുള്ള ഒരു കലയാണ്. ഇത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും നടത്തി വരുന്ന ഒരു കലയാണ് ഏത് വേലകളി കേട്ടോ. അതോർക്കണം. ഇനി അതുപോലെ തന്നെ പാലക്കാട് പൊന്നാനി ഭാഗത്ത് കൂടുതൽ കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് തൊൽപ്പാവക്കൂത്ത്. ഏതാണ്? തൊൽപ്പാവക്കൂത്ത് കേട്ടോ. വളരെ പ്രധാനമാണ് തൊൽപ്പാവക്കൂത്ത്. ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, അതായത് 2021 പത്മശ്രീ ലഭിച്ച കേരളത്തെ നിഴൽ പാവക്കൂത്ത് കലാകാരൻ കെ രാമചന്ദ്ര പുലവൻ. അതുപോലെ 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവകളി കലാകാരി ആരാണ്? മുഴിക്കൽ പങ്കജാക്ഷി. അപ്പോ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോന്നും ഞാൻ പറയാൻ കാരണം. അപ്പൊ പാലക്കാട്, അത് വീണ്ടും ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് അതിന്റെ ഇടയിൽ പറഞ്ഞേ ഉള്ളൂ. പാലക്കാട് പൊന്നാനി പ്രദേശങ്ങളിലാണ് തൊൽപ്പാവക്കൂത്ത് കേട്ടോ. ഇനി സുബ്രഹ്മണ്യന്റെ അമ്പലങ്ങളിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ് കാവടിയാട്ടം. ഏതാണ്? കാവടിയാട്ടം. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ഇൻ കേരള, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മള് പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. ഈ പോർച്ചുഗീസുകാർ കേരളത്തിൽ കൊണ്ടുവന്നതാണ് ചവിട്ട് നാടകം. ഏതാണ്? ചവിട്ട് നാടകം. കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ, അതായത് പോർച്ചുഗീസുകാർ വന്നത് ക്രൈസ്തവരുടെ ഇടയിൽ കുറേയധികം മാറ്റങ്ങൾ വരാനും കുറേയധികം സഭകൾ സ്ഥാപിക്കാനും ഈ എന്താ പറയുന്ന പള്ളിയില് എന്താ പറയാ അവരുടെ ഓരോ എന്താ പറയാ പുതിയ പുതിയ മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ പണിയാൻ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പോർച്ചുഗീസുകാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ കുറേയധികം ഈ പോർച്ചുഗീസുകാർക്ക് സ്വാധീനം ചെലുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കാക്കാരിശി നാടകം. കുറവനും കുറത്തിയും തമ്മിലുള്ള ഒരു നാടകമാണ് കാക്കാരിശി നാടകം. അത് പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിൽ ഗിരിവർഗ വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു നൃത്തരൂപത്തിന്റെ പേരാണ് കാക്കാരിശി നാടകം എന്ന് പറഞ്ഞു. അടുത്തത് അർജുന നൃത്തം. അർജുന നൃത്തം ദക്ഷിണ കേരളത്തിലെ തന്നെ ദേവീ ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലയാണ് ഏത്? അർജുന നൃത്തം കേട്ടോ. ഇനി കുമ്മാട്ടി ഏതൊക്കെ ജില്ലകളിലാണ് പ്രശസ്തി? LDC പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പാലക്കാടും തൃശ്ശൂരും കുമ്മാട്ടി കളി കേട്ടോ. ഇനി അടുത്തത് തെക്കൻ മലബാർ, അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുണ്ടല്ലോ, അവിടെ വർഷം തോറും നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് തിറയാട്ടം. എന്താണ്? തിറയാട്ടം. വടക്കൻ മലബാറിൽ, അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തിറയാട്ടം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടെ പറയാം. 2021 ഇപ്പൊ 21ഉം 20ഉം ആണ്, ഇപ്പൊ നമ്മൾ 25ആയി, എന്നാലും ഓർത്ത് വെക്കുക. 2021 പത്മശ്രീ ലഭിച്ച കേരളത്തിലെ നിഴൽ പാവക്കൂത്ത് കലാകാരൻ കെ രാമചന്ദ്ര പുലവൻ. അതുപോലെ പുലവൻ ട്ടോ, കെ രാമചന്ദ്ര പുലവർ. 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവകളി കലാകാരി മുഴിക്കൽ പങ്കജാക്ഷി. ആരാണ്? മുഴിക്കൽ പങ്കജാക്ഷി. അപ്പൊ ഇത് നമ്മള് ദൃശ്യ ശ്രാവ്യ കലകളാണ് നമ്മൾ പഠിച്ചത്. ദൃശ്യകല വേറെ പഠിക്കാണ്ട്, ദൃശ്യ ശ്രാവ്യ കലകളാണ് പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തമായിട്ടുള്ള വ്യക്തികളും അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിൽ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇതിന്റെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ കണ്ട് ഒന്ന് പഠിക്കും കൂടെ ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരാണ്. ഇത്രയാണ് നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ദിവസം നമ്മൾ വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരും. അപ്പോൾ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.